ഇനി ഇതിനപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ പറഞ്ഞുതരാം. ഇതിനപ്പുറത്ത് എന്ത് പ്രശ്നം വരികയാണെങ്കിലും അതിനുള്ള മൊത്തം തെളിവ് എൻ്റെ ഉണ്ട്. ആരും, അതായത് സ്വന്തം കുടുംബക്കാർ വരെ മൂപ്പരാളെ പറ്റി പറയുന്ന സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ആരും അതിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ 27-ാം തീയതി സന്ധ്യക്ക് 27-ാം തീയതി സന്ധ്യക്ക് മനാഫ് ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു 2.5 മാസത്തെ സെൻഡ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ്. വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി വരികയാണ്. നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ. ഇവിടേക്ക് എല്ലാവർക്കും ഒരു ആഘോഷമാകുമ്പോൾ ഞങ്ങൾ സങ്കടത്തിൽ നിൽക്കുമ്പോൾ അയാൾ സെൻഡ് ഓഫ് നടത്തിയിട്ടാണ് ആഘോഷിച്ചത്. ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു, പറയിപ്പിച്ചതാണ്. ഞങ്ങളിതൊക്കെ നിർത്തിയതാണ് മെഞ്ഞാണ്. അതായത് 3 ദിവസം ഞങ്ങളെല്ലാം നിർത്തി ബാക്ക് ടു ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളുടെ റൂമിൽ കുറെ ആളുകളുണ്ട്, ഞങ്ങളെ കസിൻസ് ഒക്കെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നോടാന്ന് പറഞ്ഞു, അമ്മേ ഞങ്ങൾ വന്നിട്ടോ, എൻ്റെ അടുത്തൊരാളെ കൊണ്ടുവന്നു, ഈ ആൾക്ക് ഞാൻ സെൻഡ് ഓഫ് കൊടുത്തതാണ്. പിന്നെ ഞങ്ങളെ സെൻഡ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വിടാണ്. 2.5 മാസത്തെ ഇതിട്ട് സെൻഡ് ഓഫ് കഴിഞ്ഞ് ഇന്ന് പിരിച്ചു വിടുകയാണ്. ഞങ്ങൾ ജീവിതത്തിൽ തിരിച്ചു വരാൻ മനാഫ്ക എന്ത് വേണം ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് നിർത്തുന്നില്ല. എങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് മൂപ്പരാൾ നിർത്തുന്നില്ല. ഈ എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട്, അതായത് ഏതൊരു സ്ത്രീ മൂപ്പരാളെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അർജുൻ്റെ സഹോദരൻ്റെ ഒരു നന്ദി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അതൊക്കെ എൻ്റെ കുടുംബത്തിന്, അതാ പറഞ്ഞു, കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല അമ്മേ, അവർ പറഞ്ഞത് കറക്റ്റാണ്, ഇത് ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. അതിന് മറിച്ച് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ ഉറപ്പുള്ളൂ. ഇതിൻ്റെയൊക്കെ തെളിവ് ഞങ്ങൾ വെറുതെ പറയില്ല. അത് ഇതിന് പുറകിൽ എന്താ കേസ് അത് ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ എവിഡൻസ് നമ്മളുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും എല്ലാ എവിഡൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ കൃഷ്ണപ്രിയെ വിളിച്ചിട്ട് പോലും എടുത്തിട്ടില്ല. ഞാനൊരു 10-20 മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒക്കെ റീഡ് ചെയ്യാൻ പോവുക. കാരണം മൂപ്പരാക്ക് ഇതിന് പിന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു ലെവലിൽ എത്തിയതിനെ കൊണ്ട് താവുന്നില്ല. എത്ര കോണ്ടാക്ട് ചെയ്തിട്ട് നിർത്തുന്നില്ല. പിന്നെ ഈ പിന്നെ കമന്റുകൾ, നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ മാത്രമാണ് നമുക്ക് വരുന്നത്. ഈ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ പിന്നെ വിളിച്ച് ചോദിക്കുക, ഇങ്ങനെ എന്താണ് ഇവിടെ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അവർക്കും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ തകർന്നു പോയി, തുടക്കം മുതലേ നമ്മൾ തകർന്നു പോയപ്പോൾ നമ്മളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ചേച്ചിയും ചേട്ടനാണ്. അപ്പോൾ അവർക്കെതിരെ എന്ത് വന്നാലും നമ്മളത് പ്രതികരിക്കും. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? അത് ക്ലാരിഫൈ ചെയ്യണം. ഇതിന് പുറകിൽ ആരെങ്കിലും കേസ് കൊടുക്കുകയാണെങ്കിൽ വിത്ത് ഫുൾ നടപടിക്ക് വേണ്ടിയിട്ടൊന്നല്ല, നിങ്ങൾ എല്ലാ ആളുകളും ഇതൊന്ന് സത്യം മുതൽ നടന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് എല്ലാവരും അറിയിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ്. അതായത് ചില ആളുകളൊക്കെ നമ്മൾ ഒന്നും ചെയ്യാതെയാണ് ഇവിടെ വന്നിട്ട് പലതും പറയുന്നത് എന്നുള്ള രീതിയിൽ. നമ്മൾ പുഴയിലിറങ്ങി അർജുനെ പൊക്കിയിട്ടൊന്നുമില്ല, പക്ഷെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം ആരും കുറ്റപ്പെടുത്താൻ ഒന്നിനു വേണ്ടിയിട്ടല്ല. ഞങ്ങളൊക്കെ സാധാരണ ആളുകളാണ്. ഞങ്ങൾ ആരും മീഡിയക്ക് ഇതിന്റെ മുന്നേ വന്നിട്ടില്ല. ഞങ്ങൾ അവസ്ഥ കൊണ്ടാണ് അന്ന് മുതൽ മീഡിയന്റെ മുന്നിൽ വന്നത്. അല്ലാതെ അറ്റൻഷൻ സീക്കറായിട്ടോ മീഡിയന്റെ മുന്നിൽ നിന്നിട്ട് എല്ലാവരുടെയും ഒരു അറ്റൻഷന് വേണ്ടി ഒന്നുമല്ല നമ്മൾ വന്നത്. നമുക്ക് നമ്മുടെ അനിയനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ആവശ്യം അതായിരുന്നു. അതോടുകൂടി നമ്മളൊരു നന്ദി പറച്ചിൽ നിർത്തിയ കാര്യങ്ങളാണ്. അപ്പൊ പല ആളുകളും പല തലത്തിലേക്ക് ഈ ഒരു കാര്യത്തിനെ കൊണ്ടുപോയിട്ടുണ്ട്. പല യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഈ നമ്മുടെ മാധ്യമ അതിന്റെ അടിയിൽ വന്ന കമന്റ്സിൽ നമുക്ക് മനസ്സിലാവും പലരും പല തലത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. നമ്മൾ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്തതാണ്. നമുക്ക് മീഡിയന്റെ ഒരു പബ്ലിസിറ്റിയോട് കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. പക്ഷെ നമ്മളെ വെച്ചിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ആയിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ പലതും പല രീതിയിൽ പറഞ്ഞിട്ടാണ് ഇപ്പൊ പോകുന്നത്. നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും മുന്നോട്ട് പോകണം, എല്ലാവർക്കും ജീവിക്കേണ്ടതാണ്. ഇതിനൊക്കെയുള്ള കാരണം വെച്ചാൽ ഈ ഡെയിലി വരുന്ന യൂട്യൂബുകളാണ്, അതായത് യൂട്യൂബ് ചാനലിലെ വീഡിയോസാണ്. ഞങ്ങൾ അത്ര പറഞ്ഞിട്ട് നിർത്തുന്നില്ല. പിന്നെയുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ ഏട്ടൻ്റെ ഭാര്യനെ ഇവിടുന്ന് ഒറ്റപ്പെടുത്തിയെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം, ഇവിടെ വന്നിട്ട് ഏകദേശം 2 കൊല്ലത്തിനടുത്തായി. എന്താ ഇവിടെ സംഭവം? 3 വർഷത്തിനടുത്തായി. ഇത്ര കാലം ഞങ്ങളൊന്നും കണ്ണിനെ കൊണ്ട് പോലും ഞങ്ങൾ ഇതിലായിട്ട് എൻ്റെ സ്വന്തം ചേച്ചിനെ പോലെ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. പക്ഷേ ആ ഒരു എൻ്റെ മൂത്ത ചേച്ചീനെ വെച്ച് പറയുന്നതാണ്, എൻ്റെ ഏടത്തിയമ്മേനെ എല്ലാവരും കൂടി ഇവിടെ ഒറ്റപ്പെടുത്തുകയാണ്, ഇതാക്കുകയാണ്, ഏട്ടനെ ചൂഷണം ചെയ്യുകയാണ്. ഇതൊക്കെ ഈ ആൾ കൊടുക്കുന്ന ഇൻ്റർവ്യൂയിലൂടെ നമുക്ക് വരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. ഞാൻ ഇന്ന് പണിക്ക് പോയിട്ട് എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്.
ഉണ്ടായിരുന്നു. അതേ പറഞ്ഞു, രണ്ടാമത്തെ തെരച്ചിൽ വരെ എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നീടുള്ള ഒരു ഡൈവേർഷൻ ഉണ്ടായി ഇതിൽ. നമ്മൾ ഒരു രീതിക്ക് പോകുന്നു. അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യായിരുന്നു വേണ്ടിയിരുന്നത്. ഇതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ അതിലുള്ള രീതിയിൽ ഇവിടെ നിന്നില്ല കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാവുന്ന കാര്യം, നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ആൾക്കാരെയും കൊണ്ട് അവിടെ പോയി ഒരു സംവിധാനത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമെന്നുള്ള കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. സമ്മതിക്കില്ല. അവിടെയുള്ള കളക്ടർ സംവിധാനം, പിന്നെ പോലീസ് സംവിധാനം അവരെന്തിനു നിൽക്കുന്നു? അവിടെ പിന്നെ തെരച്ചിൽ നടത്തിയ ഇവർക്ക് ആർക്കൊക്കെ എന്തേ സംഭവിച്ചാൽ ആര് ഉത്തരം പറയും? അതിന്റെ ഫുൾ ഉത്തരവാദിത്തം ജില്ലാ കളക്ടർക്കാണ് അവിടുത്തെ ഉത്തരവാദിത്തം. അവർ ഒരിക്കലും സമ്മതിക്കില്ല. ഇപ്പൊ മൂപ്പരാളി യൂട്യൂബ് ചാനലുകളിൽ വന്ന് പറയുന്നതിന്റെ 70% കൊള്ളത്തരാണ്. അത് ഓരോന്ന് വേണമെങ്കിലും തെളിവടക്കം ഞാൻ കാണിച്ചു തരാം. അതിലെനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എല്ലാ കാര്യങ്ങളും 70% കൊള്ളത്തരാണ്.